നമസ്കാരം. കേൾവിക്കുറവുണ്ട്, പക്ഷേ ഇപ്പോഴേ ഹിയറിംഗ് എയ്ഡ് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് പലരുടെയും ചിന്തയാണ്. അത്ര കേൾക്കാൻ പറ്റാഴികയൊന്നുമില്ല. ഒത്തിരി ഒച്ചയും ബഹളമുള്ള സ്ഥലത്ത് പോകുമ്പോൾ മാത്രം കുറച്ച് തിരിയാഴിക, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. കഴിഞ്ഞ ആഴ്ചയും കൂടെ കേൾവി പരിശോധിച്ചതാണ്. അപ്പോൾ വലിയ കേൾവിക്കുറവൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് ഓഡിയോളജിസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ ഹിയറിംഗ് എയ്ഡ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രെയിനിൽ കേൾവിക്കായിട്ട് ഓരോ പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. അതായത് ചില ശബ്ദങ്ങൾ ബ്രെയിനിൽ ഓരോ പർട്ടിക്കുലർ ഏരിയയിലേക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കേൾവിക്കുറവ് വന്നു കഴിയുമ്പോൾ കേൾവിക്കായിട്ടൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ പർട്ടിക്കുലർ ഏരിയ അണ്ടർ സ്റ്റിമുലേറ്റഡ് ആയിട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഒരു ഉത്തേജനവും അവിടെ കിട്ടുന്നില്ല. അങ്ങനെ ഓരോ ദിവസവും കഴിയും തോറും സംസാരം തിരിച്ചെടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി കേട്ടോളൂ, ഹിയറിംഗ് എയ്ഡ് വയ്ക്കുന്നത് കേൾവിക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്ന് കൂടുതൽ കേൾവി താഴോട്ട് പോകാതിരിക്കാൻ കൂടിയാണ്. അതായത് കേൾവിക്കുറവ് കൂടുതൽ വഷളാകാതിരിക്കാൻ കൂടിയാണ് ഹിയറിംഗ് എയ്ഡ് വയ്ക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ വലത് കൈക്ക് ഒരു വേദന വന്നിരിക്കട്ടെ. കുറച്ച് നാൾ വലത് കൈ അധികം ഉപയോഗിക്കാതിരിക്കുകയും ഇടത് കൈ കൂടുതലായി ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഓരോ ദിവസവും കഴിയും തോറും വലത് കൈയുടെ മസിൽ വീക്കായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾ ഒരു 5 കിലോ അരി പൊക്കാനായിട്ട് നോക്കുക, പക്ഷേ വലത് കൈ കൊണ്ട് ഉയർത്താൻ സാധിക്കുന്നില്ല. അതിനർത്ഥം നിങ്ങളുടെ വലത് കൈയുടെ മസിൽ വീക്കായി എന്നാണ്. ഇതുപോലെ തന്നെയാണ് കേൾവിയുടെ സാഹചര്യവും. നമ്മൾ കേൾക്കുന്ന സംസാരത്തിൽ കൂടുതലായും ഹൈ ഫ്രീക്വൻസി സൗണ്ടുകളാണ് കൂടുതലായും ഉള്ളത്. അതായത് സ, ഷ, സ, ഹ, ട, ത ഈ ശബ്ദങ്ങളിൽ തുടങ്ങുന്ന വാക്കുകൾ ഒന്നുകിൽ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒടുവിൽ ഈ സൗണ്ടുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ സംസാര ഭാഷയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഹൈ ഫ്രീക്വൻസി ഹിയറിംഗ് ലോസ് പോലെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴേക്കും ബ്രെയിനിലുള്ള ആ പർട്ടിക്കുലർ ഏരിയ അണ്ടർ സ്റ്റിമുലേറ്റഡ് ആയി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ഉത്തേജനവും കിട്ടുന്നില്ല. അപ്പോൾ ഹിയറിംഗ് എയ്ഡ് വയ്ക്കുമ്പോൾ അങ്ങനെയുള്ള ഏരിയകളാണ് കൂടുതൽ സ്റ്റിമുലേറ്റഡ് ആവുന്നത്. അങ്ങനെ ഓരോ ദിവസവും കഴിയും തോറും നിലവിലുള്ള കേൾവി കൂടുതൽ നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കും. നമ്മൾ ജിമ്മിൽ പോകാറുണ്ട്. ജിമ്മിൽ പോയി ഓരോ ദിവസവും എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. ഹിയറിംഗ് ഈസ് ലൈക്ക് എ മസിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് കേൾവിയുടെ സാഹചര്യവും. നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ഓഡിറ്ററി ഏരിയാസ് ഒക്കെ നല്ല സ്റ്റിമുലേറ്റഡ് ആവുകയാണ്, കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതുവഴി നമ്മൾ ഓരോ ദിവസവും സംസാരം കൂടുതലായിട്ട് തിരിച്ചെടുക്കുവാനുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്, കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേൾവിക്കുറവ് വന്നു കഴിയുമ്പോൾ എത്ര ചെറിയ കേൾവിക്കുറവാണേലും അത് വലുതാകട്ടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് കരുതി മാറ്റി വെക്കാതെ ഉടനെ തന്നെ ഹിയറിംഗ് എയ്ഡ് വയ്ക്കാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഹിയറിംഗ് എയ്ഡ് വയ്ക്കുന്നത് ജസ്റ്റ് കേൾവിക്കായിട്ട് മാത്രമല്ല, നിലവിലുള്ള കേൾവി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കൂടിയാണ് എന്ന് ഓർക്കുക. ഹിയറിംഗ് എയ്ഡ് വെക്കുക എന്നത് മാത്രമല്ല, ഹിയറിംഗ് എയ്ഡ് വെച്ചതിന് ശേഷമുള്ള മെയിൻ്റനൻസ്, കെയർ ആൻഡ് സപ്പോർട്ട്, വാറണ്ടി എല്ലാം നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. ഹിയറിംഗ് എയ്ഡ് വെച്ചതിന് ശേഷം നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നവരല്ല. ഹിയറിംഗ് എയ്ഡ് വെച്ചതിന് ശേഷമുള്ള എല്ലാവിധത്തിലുള്ള സർവീസുകളും മെയിൻ്റനൻസും കെയർ ആൻഡ് സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും സൗജന്യമായി ലഭിക്കുന്നതാണ്. ബരാക്ക വാലി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എയ്ഡ് ക്ലിനിക്കിനെ സമീപിക്കാവുന്നതാണ്. 9074603505 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. തിങ്ക് ആൻഡ് take a right decision at the right time from Barakkavali Speech and Hearing Aid Clinic, Kochi, Kottayam. Thank you.